കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയ, മലബാറിന് നഷ്ടപ്പെട്ടു പോയ ഐക്യം വീണ്ടെടുക്കാൻ, ആ വിധവകളെയും അനാഥകളെയും സംരക്ഷിക്കാൻ, ആ പാവപ്പെട്ട കുടുംബത്തിന് താങ്ങും തണലും നൽകാൻ, വിദ്യാഭ്യാസങ്ങൾ നൽകാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്താൻ, മുസ്ലിമീങ്ങൾക്ക് ഈ രാജ്യത്തിന് പൗരന്മാർക്ക് ദിശാബോധം നൽകാൻ, ഇതെല്ലാം അന്ന് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ഭരണഘടന പരിശോധിച്ചാൽ കാണാവുന്നതാണ്. സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഭരണഘടന ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടിയല്ല, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിന്റെ വിജയത്തിന് വേണ്ടി. പിൽക്കാലത്ത് വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വന്നു, SYS വന്നു, SSF വന്നു, അങ്ങനെ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ വന്നു, SM വന്നു, കേരള മുസ്ലിം ജമാഅത്ത് വന്നു, ICF വന്നു, RSC വന്നു, KCF വന്നു. അങ്ങനെ 10 സംഘടനകൾ അങ്ങ് ഈ കൈവിരലിലെ 2 കൈകളിലെ 10 വിരലുകളെ പോലെ ഒന്നിച്ചു നിന്നു. 10 വര 10 ഇടങ്ങളിലായി 10 രൂപത്തിലിട്ടാൽ നിങ്ങൾ എന്നെ വിളിക്കുക ആ ബോർഡ് വൃത്തികേടാക്കി എന്നായിരിക്കും. എന്നാൽ അതേ ബോർഡ്, അതേ ചോക്ക്, അതേ വിനീതൻ 10 വരകൾ ഒന്നായി ഇട്ടാൽ ഒറ്റ 10, 100, 1000, 10000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി, 10 കോടി, 100 കോടി, 1 ബില്യൺ. അതാണ് ഈ മഹത്തായ പ്രസ്ഥാനം. നമുക്ക് ശക്തമായ ഒരു നേതൃത്വമുണ്ട്. ഈ പ്രസ്ഥാനത്ത് നമുക്ക് ലീഡർഷിപ്പ്. ഞാനും നിങ്ങളും ദിനം പ്രതി കഴിക്കുന്ന ഒരു സ്പൂൺ തേൻ, ഈ ഒരു സ്പൂൺ തേനിന് ചുരുങ്ങിയത് 25,000 പുഷ്പങ്ങൾ ഊറ്റിയെടുത്തതാണ്. 8 തേനീച്ചകൾ ചേർന്നുകൊണ്ടാണ്, 1200 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ടാണ്. ഓരോ തേനീച്ചകൾക്കും 5 വീതം കണ്ണുകളുണ്ട്. അതാണ് സൂറത്തുൻ നഹ്ൽ. അതിനു റാണിയുണ്ട്. എന്നാൽ ഈ പ്രസ്ഥാനത്തിന്റെ ആദരണീയ നേതൃത്വം മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ്, അങ്ങനെയുള്ള നേതൃത്വം ഇന്ന് സമസ്തയോളം പ്രായമുള്ള 94 കഴിയുന്ന ഒരു പണ്ഡിത നേതൃത്വം സമസ്തയിലെന്നല്ല ലോകത്തിൽ തന്നെ ഇത്രമാത്രം പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഒരു പണ്ഡിതനെ കാണാൻ കഴിയില്ല. ആ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയിൽ ഇത്രമാത്രം 52 വർഷത്തോളം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന മറ്റൊരു പണ്ഡിതനും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ആ പണ്ഡിതൻ ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ ആരും 2 അഭിപ്രായം മറിച്ചു പറയുകയില്ല. ആ പണ്ഡിതന്റെ അഭിപ്രായം മഹാനായ ശൈഖുനാ സുൽത്താൻ കാന്തപുരം ഉസ്താദിന്റെ ഓരോ വാക്കുകളും ഞങ്ങൾക്ക് അന്തിമമാണ്, ഞങ്ങൾക്ക് അവസാന വാക്കാണ്. ഈ യാത്ര തുടങ്ങിയത് മഹാനായ ശൈഖുനാ സുൽത്താൻ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനമാണ്. പക്ഷേ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴും കേരളീയത്തിൽ സമാപിക്കുമ്പോൾ കേരളീയ പൊതുമണ്ഡലത്തിൽ ആയത്തിൽ ഇടപെട്ട ഒരു ജനകീയ പ്രസ്ഥാനമായി ഈ യാത്ര മാറി എന്നതാണ് ഏറ്റവും വലിയ വിജയം. ഈ യാത്ര മനുഷ്യർക്കൊപ്പം എന്നത് കേവലം ഒരു അലങ്കാരിക പദമല്ല, ആളുകളെ വിളിച്ചുകൂട്ടാൻ പബ്ലിസിറ്റിക്കല്ല. പലപ്പോഴും റിയാലിറ്റി ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ 80-20, 20 റിയാലിറ്റിയും 80 പബ്ലിസിറ്റിയുമായിരിക്കും. ഇവിടെ 100-ൽ 100 പബ്ലിസിറ്റി ഇല്ലാതെ 100-ൽ 100 റിയാലിറ്റി മാത്രമാണ് ഈ പ്രസ്ഥാനത്തിന്. അത് മംഗലാപുരത്ത് നിന്ന് തുടങ്ങി ഇതുവരെയും ഇന്നത്തെ സ്റ്റേജ് അതിന് നേർസാക്ഷ്യമല്ലേ. ഇത്രയും രാഷ്ട്രീയ കക്ഷികൾ ഒരേ സ്റ്റേജിൽ നിലനിന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഓരോ അതിർത്തിയിൽ വരുമ്പോഴും സ്വാമിജിമാരും ഞങ്ങൾക്ക് പാതിരിമാരും ഞങ്ങൾക്ക് വ്യത്യസ്ത പ്രതിപക്ഷം ഭരണപക്ഷം 2 പേരിൽ നിൽക്കുന്നവർ ഞങ്ങളുടെ മുമ്പിൽ ഒന്നായി കൊടികൾ ഒന്നിച്ച് പിടിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു യാത്ര മനസ്സിൽ നിന്ന് മനസ്സിലേക്കുള്ള യാത്രകളാണ്. ഈ യാത്രകൾ ഞങ്ങൾ പൂമാലകൾ സ്വീകരിക്കാനല്ല, ഞങ്ങൾ നോട്ടുമാലകൾ സ്വീകരിക്കാനല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയതല്ല, ഞങ്ങൾ വോട്ട് പിടിക്കാനല്ല.
ഞങ്ങൾ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്കാണ് ഞങ്ങളുടെ യാത്ര. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ കുറെ സ്വീകരണങ്ങൾ ഞങ്ങൾക്ക് ഏർപ്പെടുത്താമായിരുന്നു, ഞങ്ങൾക്കതിൽ കുറെ ഗിഫ്റ്റുകൾ നേടാമായിരുന്നു. പക്ഷേ ഞങ്ങൾ എല്ലാ 17 ദിവസങ്ങളിൽ 17 സ്വീകരണം മാത്രമാണ്. സിംഹഭാഗം ഞങ്ങൾ ചെലവഴിച്ചത് ഈ 17 സ്ഥലങ്ങളിലും. അവിടുത്തെ ജനപ്രതിനിധികളെ, MLA-മാരെ, മന്ത്രിമാരെ, അവിടുത്തെ സാമൂഹിക സാംസ്കാരിക നായകരെ, രാഷ്ട്രീയ വ്യാപാര വ്യവസായ നായകന്മാരെ, നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി ഞങ്ങൾ എല്ലാ അഭിപ്രായങ്ങളും കേൾക്കുകയായി. ഞങ്ങൾ അവിടെ പ്രസംഗിച്ചിട്ടില്ല. ഞങ്ങൾ പറയും, ഞങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല, നിങ്ങളെ കേൾക്കാൻ വന്നതാണ്. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം നിങ്ങൾ പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ. അവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുണ്ട്, വിവിധ മതവിഭാഗത്തിന്റെ നേതാക്കന്മാരുണ്ട്, എല്ലാ വിഭാഗം ജനപ്രതിനിധികളുമുണ്ട്. ഞങ്ങളതെല്ലാം ശ്രദ്ധാപൂർവം കേട്ടു, ഞങ്ങളതെല്ലാം എഴുതി ക്രോഡീകരിച്ചു, ഞങ്ങളതെല്ലാം ഒന്നിച്ച് ഇന്ന് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ, ഞങ്ങൾ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷത്തിന്റെ നേതാവിന്റെ മുമ്പിൽ മമ്മോറാണ്ടമായി മഹാനായ ശൈഖുന സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് മെമ്മോറണ്ടം നൽകുകയായി. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരാകരിച്ചവരെ ഞങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ നിരാകരിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അത്രയും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ആവശ്യങ്ങളല്ല, ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങളാണ്. ഞങ്ങൾക്ക് പ്രത്യേകം പറയാനുള്ളത്, കേരളത്തിന്റെ അതിർത്തി ജില്ലകളിൽ കാസർഗോഡ് തുടങ്ങിയപ്പോൾ, വയനാടിലെത്തിയപ്പോൾ, ഇടുക്കിയിലെത്തിയപ്പോൾ, പാലക്കാട് എത്തിയപ്പോൾ അതിർത്തികളിൽ വളരെ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഇവിടങ്ങളൊന്നിലും റഫറൽ ഹോസ്പിറ്റൽ എന്നല്ലാതെ കാര്യക്ഷമമായ മെഡിക്കൽ കോളേജുകൾ വന്നിട്ടില്ല. അവിടെ ഒന്നും വേണ്ടത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ ഭരണകൂടത്തോട് പറയാനുള്ളത്, ബോർഡർ ഏരിയ വികസന സമിതി രൂപീകരിച്ചേ പറ്റൂ, പരിഹാരങ്ങൾ കണ്ടേ പറ്റൂ. അതോടുകൂടെ തന്നെ ഞങ്ങൾക്ക് ജില്ലാ പുനഃക്രമീകരണം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് മതമായ കണ്ണിൽ നിങ്ങൾ കാണാൻ പാടില്ല. 1982, 80, 84 ഘട്ടങ്ങളിലായി വയനാട്, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകൾ വന്നു. 40 വർഷം കഴിഞ്ഞു. ശേഷം 40 വർഷം കഴിഞ്ഞതിനിടയിൽ 7 സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ വന്നു. 174 ജില്ലകൾ വന്നു. ഇവിടെ എല്ലാ വിഭാഗം ആളുകൾക്കും, ഒരു വിഭാഗത്തിനല്ല, എല്ലാ വിഭാഗം ആളുകൾക്കും വികസനം ലഭിക്കണം, ആരോഗ്യം ലഭിക്കണം, എല്ലാവർക്കും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നൽകിയേ പറ്റൂ എന്ന് ഞങ്ങൾ ഭരണകൂടത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒന്നുകൂടി ഞങ്ങൾക്ക് പറയാനുള്ളത്, സമീപ ഭാവിയിൽ ഞങ്ങളുടെ നാട് അനുഭവിക്കാനിരിക്കുന്നത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമായിരിക്കും. അടുത്ത ബജറ്റിൽ അതിന് ഒരു പരിഹാര മാർഗം ആരോഗ്യ മേഖലയിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും പൂർണ്ണമായ വികസനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല നയരേഖ അടുത്ത ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ഈ മഹത്തായ സമ്മേളനം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ത്യയുടെ ബ്രെയിനുകളാകുന്ന അതീവ ബുദ്ധിമാന്മാരും അതീവ ഓർമ്മശക്തിയുള്ളവരും കോടിക്കണക്കിന് ജനത ഇവിടെയുണ്ട്. പക്ഷേ ഈ കുറഞ്ഞ കാലയളവിൽ ഇന്ത്യന്റെ ധാരാളം കണക്കുകളെല്ലാം മുമ്പ് നിരത്തിയതാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. കാരണം ഇവിടെ സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണ്. ആയതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പാശ്ചാത്യൻ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന സിലബസുകളും പരീക്ഷകളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് തുല്യമായ സ്ഥാപനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരണം, ഇന്ത്യയിൽ വരണം. ഒരാൾ പോലും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാതെ, ഇന്ത്യയുടെ ബ്രെയിൻ ചോർന്നു പോകാതെ പുറം ലോകത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വന്നേ പറ്റൂ. ഇന്ന് ഈ ഒരാള് വരുന്നുവെങ്കിൽ 25 ആള് ഇവിടെ നിന്ന് പോകുന്നു എന്നതാണ്. ശേഷമോ കേരളമോ ഇന്ത്യയോ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു സമ്മേളനം പ്രവർത്തകർക്ക് സമസ്ത സഞ്ചരിക്ക് വേണ്ടി സർവാത്മന ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നാട്ടുകൊണ്ടും എല്ലാവരെയും
സമ്മേളനമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അവസാനമായി ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഇസ്രാ മിഅ്റാജിന്റെ നമുക്ക് നിസ്കാരം ഫർദാക്കി